നടരാജൻ എന്തെങ്കിലും ഫേവറേറ്റ് ആയിട്ട് ഉണ്ടോ? ഞാനൊരു ഇവന്റ് കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ലെങ്കിലും എനിക്കെന്നും എല്ലാ കാലത്തും കഥാപ്രസംഗവും പ്രസംഗവുമാണ് കലോത്സവ വേദികൾ എൻ്റെ ഇഷ്ട ഇനങ്ങൾ. കഥാപ്രസംഗത്തിൽ ഞാൻ പണ്ട് പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഥാപ്രസംഗത്തിൽ എന്ത് പുതിയ കാര്യങ്ങൾ വരും എന്നുള്ളതാണ്. നടരാജന്റെ ഉഷാറ് കണ്ടിട്ട് നടരാജ് ഒരു പഴയ കഥാപ്രസംഗ കലാകാരനായിരുന്നു. കലോത്സവ വേദികളുണ്ടായിരുന്നു. ഞാൻ കഥാരചനയ്ക്കും അതുപോലെ തന്നെ കഥാപ്രസംഗം, പ്രത്യേകിച്ച് പ്രസംഗം ഇതിനൊക്കെ തൽപരനായിരുന്നു. കഥാപ്രസംഗം ഞാൻ ഓർക്കുന്നത് ശരിയാണെങ്കിൽ ജില്ലാ കലോത്സവത്തിൽ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ എന്നുള്ളൊരു കഥാപ്രസംഗം സ്കൂൾ കാലഘട്ടത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പൊ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഒരു 2 വരി അല്ലെങ്കിൽ ഒരു കുറച്ച് ഭാഗം കാണിച്ച് തന്നാൽ അതൊരു വലിയ ഇതായിരിക്കും. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ പഴയ ഏതൊരു മാസികയിൽ നിന്ന് ചെറിയൊരു കഥയാണ്. അതിന് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അടിമച്ചങ്ങല പൊട്ടിച്ചെറിയാൻ, സ്വാതന്ത്ര്യക്കൊടി പാറിക്കാൻ, പടക്കളത്തിൽ വീണു മരിച്ചു 100 കണക്കിനു ധീരന്മാർ. അതെ, 100 കണക്കിന് ധീരന്മാർ. ഇവരിൽ ഏറ്റവും ശക്തനും തന്റേടിയുമായ ഒരു ധീരപുരുഷന്റെ കഥയാണ് ഞാൻ കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കുന്നത്. കഥ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. ഇതായിരുന്നു അതിന്റെ ഇൻട്രോ. അന്ന് പണ്ടത്തെ പുലിയായിരുന്നു കേട്ടോ. അങ്ങനെയായിരുന്നു അതിന്റെ ഇൻട്രോ. ബാക്കി എന്റെ കഥകൾ ഓർമ്മയില്ല. അങ്ങനെ വളരെ മനോഹരമാണ്. പ്രത്യേകിച്ച് ഈ നമ്മള് കലോത്സവങ്ങൾക്ക് വരുമ്പോഴാണ് പണ്ട് നമ്മള് കലോത്സവങ്ങൾക്ക് പോയ ഒരു ഓർമ്മയും കാര്യങ്ങളും ഒക്കെ വരെ. ഞാനും ഇതുപോലെ തന്നെ നാടകങ്ങളിലൊക്കെ പങ്കെടുത്തിരുന്ന ഒരാൾ കൂടിയാണ്. അപ്പൊ നാടകം ഈ പറഞ്ഞ പോലെ തന്നെ എന്റെ ഒരു ഫേവറേറ്റ് ഐറ്റം കൂടിയാണ്.